നമസ്കാരമുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വേളാങ്കണ്ണിയിലേക്കുള്ളൊരു യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്രയിൽ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ക്ഷീണം കാരണം ഒരു ചായ കുടിക്കാൻ പറ്റും. കണ്ടാ നല്ല സൂപ്പർ ഉള്ള ചായ. ദൈവത്തോർത്ത് ആരും വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ ഒന്നും കുടിച്ചേക്കലട്ടാ, ഒരു രക്ഷയില്ല. കുടിച്ച ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. അതെ, നമുക്ക് പോകേണ്ട ട്രെയിൻ നമുക്ക് മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കണം. ഇത് കറക്റ്റ് 10:25 എടുക്കും. ഞാനപ്പോൾ പയ്യെ നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് മുന്നേ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഫാമിലി കയറിയിട്ടുണ്ട്. ഞാൻ പയ്യെ നടന്ന് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് നമ്മുടെ ബോഗി, ഇതിനകത്താണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എനിക്ക് മുന്നേ കയറിയേക്കണ ആൾക്കാരാണ് ഇതാണ്ട് ഇരിക്കണത്. ഇവരൊക്കെ എനിക്ക് മുന്നേ സീറ്റ് പിടിച്ചേക്കണേട്ടാ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യ ട്രെയിൻ അകന്നു തുടങ്ങി. കറക്റ്റ് 10:25 ട്രെയിൻ സൗത്തിൽ നിന്ന് എടുക്കും. പിന്നെ നോർത്തേക്ക് കൊണ്ടിട്ട് ചവിട്ടോട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യെ വിട പറയുകയാണ്. അങ്ങനെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ എടുത്തപ്പാ കാലി കമ്പാർട്ട്മെൻറ്റ്. ഇതെപ്പോൾ ഒന്ന് അറിയുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കിടക്കാൻ പോണ്. അപ്പോൾ നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ കാണാം. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഏട്ടാ. ഞാൻ കിടക്കാൻ പോണ്. നാളെ രാവിലെ നമുക്ക് കാണാം. ഓക്കേ, ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ച കാണിച്ചിട്ടാ. ഇച്ചിരി വൈകിപ്പോയി. സൂര്യൻ ഒന്നിച്ച് നമ്മുടെ നിലക്ക് വരെ കയറി. എന്നാലും പുറത്തെ കാഴ്ച കാണാം. ഞങ്ങളിപ്പോൾ തിരിച്ചിറപ്പള്ളി കഴിഞ്ഞു. നമ്മുടെ കണക്ഷൻ ട്രെയിൻ വെച്ചാൽ നമ്മുടെ ട്രെയിൻ നാഗപട്ടണത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം നമ്മളെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകുന്ന കണക്ഷൻ ട്രെയിനാണ് വന്നത്. അപ്പോൾ ആ ട്രെയിനെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട. നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതൽ കണ്ണിന് കാഴ്ച ചെയ്യുന്ന നല്ല കുളിർമ ചെയ്യുന്ന നല്ലൊരു പാടശേഖരം, നെൽപ്പാടങ്ങൾ നമുക്ക് ഈ വേളാങ്കണ്ണി പോകുന്ന വഴി കാണാൻ പറ്റിയിട്ടാണ്. അത് നല്ല സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതലുണ്ട് ഇവിടെ. നമ്മൾ ട്രെയിൻ ഇറങ്ങി നാഗപട്ടണത്തിൽ നിന്ന് ഫസ്റ്റ് ഒരു ഓട്ടോ പിടിച്ച് ബ്ലോക്കിലേക്ക് ഇറങ്ങണേണ്ട. നമ്മളെ എറണാകുളം പോലെ തന്നെ മുട്ടം ബ്ലോക്കുള്ള സ്ഥലം തന്നെ ഇവിടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും, ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ബ്ലോക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയൊരു ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ പോകണം. വേളാങ്കണ്ണിക്ക് പോകാനുള്ള പുതിയൊരു പാലം പണിതേക്കണാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇത് ഞാനൊരു ചെറിയൊരു പാർട്ടായിട്ട് നിർത്തുകയാണ്. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എന്ന് നിങ്ങളുടെ സ്വന്തം റോച്ച. താങ്ക് യു ഫോർ വാച്ചിങ്.